ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇസ്ലാം 11ാമത്തെ പാഠം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള പാഠങ്ങളിൽ നിന്നുള്ള ദുറൂസുൽ ഇസ്ലാം 2 എന്ന എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരം മനസ്സിലാക്കാം. കോളത്ത് ശരിയായപ്പെടുത്താൻ 10 വയസ്സുള്ളപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു. ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഹന്തമയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 82 വയസ്സായിരുന്നു. അടുത്തത് ഷഫീ എന്നതിൻ്റെ അർത്ഥം ശിപാർശകൻ എന്നാണ്. ഷഫീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശിപാർശകൻ എന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ മറവ് ചെയ്ത സ്ഥലം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെത് കൂഫയിലാണ് ജനാസ മറവ് ചെയ്തത്. തീനാളങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടു ജിന്നുകൾ. ഇവിടെ ചേരുംപടി ചേർക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കലാപത്തിൻ്റെ സൂത്രധാരൻ ആരായിരുന്നു? ഇബ്നു സബ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഫത്ത എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്ന യുവാവ്, യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന യുവാവ് ആരായിരുന്നു? യൂസഫ് ഇബ്നു നൂന്. പിന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അടുത്ത ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ അബൂ ലുഅ്ലുഅ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര് അസദുല്ല എന്നതാണ്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത് ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയപ്പോൾ ഹക്കം അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. അടുത്തത് മനുഷ്യരുടെ ജീവിത വിജയത്തിന് ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 10 വർഷവും 6 മാസവുമാണ്. ജിന്നുകളിൽ കാഫിറുകളാണ് ഷെയ്ത്താന്മാർ. അപ്പോൾ അവിടെ കാഫിറുകൾ നമ്മൾ എഴുതി കൊടുക്കാം. ഇനിയാ ഇർത്തക്ബത്തു അലൽ ഹത്താ ഐരി ഹലിരിൻ വാഅദി. നമ്മൾ ബൈത്ത് അവസാനത്തല അതെന്നാണ് വന്നത്. അപ്പോൾ ഐരി ഹലിരിൻ മാത്രമാണ് അവിടെ ചേർക്കാനുള്ളത്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. അശ്ലീല കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. പിന്നെ മിൻ ഐന നുസല്ലൽ ഹൂത്ത്, എവിടെയാണ് മത്സ്യത്തെ നഷ്ടപ്പെട്ടതെന്നാണ്. ഇന്ദ സുഹറി, പാറയുടെ അടുത്താണ് മത്സ്യത്തെ നഷ്ടപ്പെട്ടത്. എവിടെ വെച്ചാണ് ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടത്? നഹ്ല എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അടുത്തത് ആവശ്യം എന്നതിൻ്റെ അറബി പദം. ആവശ്യം എന്ന് പറഞ്ഞാൽ ഹാജത്ത് ആവശ്യം. അടുത്തത് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹു ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അടുത്തത് കപ്പലുകൾ നിർമ്മിച്ച് നാവിക സൈന്യം രൂപീകരിച്ച ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പ്രവർത്തനങ്ങളിൽ നിന്ന് 2 എഴുതുക. ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കി മുസ്ലിം ഭരണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇനിയോ കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ്. അവയ്ക്ക് എങ്ങനെ നന്ദി ചെയ്യണം? എങ്ങനെയാണ്? നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതിരുന്നുമാണ് നാം നന്ദി ചെയ്യേണ്ടത്. ഇനി അടുത്തതാ അൽ ജുലൂസു ഫി ഹലക്കി ദിക്രി ഇബാദത്തുൻ അലീമത്ത് എന്നാണ്. സാരം എഴുതാനാണ്. ദിക്റിൻ്റെ സദസ്സിൽ ഇരിക്കൽ മഹത്തായ ഇബാദത്താണ്. അടുത്തത് ജുമുഅക്ക് ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? എന്താണ്? ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി. അലി റളിയല്ലാഹു അൻഹു ഏതെല്ലാം നിലകളിൽ പ്രശസ്തനായിരുന്നു? ധീരയോദ്ധാവ്, പ്രഗത്ഭ പ്രാസംഗികൻ, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ അലി റളിയല്ലാഹു അൻഹു പ്രശസ്തനായിരുന്നു. ഖൈബർ യുദ്ധം നടന്നത് ആര് തമ്മിലാണ്? മുസ്ലിങ്ങളും യഹൂദികളും തമ്മിലാണ്. അടുത്തത്
ഉത്തരാഫ്രിക്കയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയ സ്ഥലങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? കുബ്രുസ് ദ്വീപ്, തൊറാബുൽസ് മുതൽ തൊഞ്ച വരെയുള്ള പ്രദേശങ്ങൾ. ഖിയാമത്ത് നാളിൽ എൻ്റെ ഭാരം നീ ചുമക്കുമോ? ആരോട് ചോദിച്ചതാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഹാദിമിനോട് ചോദിച്ചതാണ്. അടുത്തതാ 2-ൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാൻ 5 വരി കുറയാതെ എഴുതണം. നമുക്കിവിടെ ഇസ്ലാം സമാധാനത്തിൻ്റെ മതം, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അതിൽ നിന്ന് ഏതെങ്കിലും തിരഞ്ഞെടുത്താൽ, പിന്നെ ഇജാസുൽ ഖുർആൻ, പിന്നെ ദിക്റ് ഹൽക്കയുടെ മഹത്വം, ദിക്റ് ചൊല്ലുന്ന സദസ്സിലിരിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു അറബി ചാപ്റ്റർ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതാനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.